നെക്സ്റ്റ് സൂര്യന്റെ ഔട്ടർ ലെയറിന് പറയുന്ന പേരാണ് കൊറോണ എന്ന് പറയുന്നത്. 4.6 ബില്യൺ ഇയേഴ്സ് എടുത്താണ് സൂര്യൻ ഉണ്ടായിട്ടുള്ളത്. 8 മിനിറ്റ് ആണ് സൂര്യന്റെ ചൂട് ഭൂമിയിലേക്ക് എത്തുവാൻ എടുക്കുന്നത്. സൂര്യന്റെ സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 6000 ഡിഗ്രി സെൽഷ്യസ് ആണ്. സൂര്യന്റെ അടുത്ത് നിൽക്കുന്ന ഗ്രഹമാണ് എന്തെന്ന് പറയുന്നത് മെർക്കുറി സൂര്യന് ചുറ്റാൻ എടുക്കുന്നത് 88 ദിവസമാണ്. ഇനി 2 തരം ഗ്രഹണങ്ങളുണ്ട്. ഏതൊക്കെ ഗ്രഹണമാണ്? ലൂണാർ എക്ലിപ്സ് ആൻഡ് സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. ലൂണർ എക്ലിപ്സ് എന്ന് പറയുന്നത് ചന്ദ്രഗ്രഹണവും സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത് സൂര്യഗ്രഹണവുമാണ്. ലൂണർ എക്ലിപ്സ് എന്ന് പറയുന്നതിന്റെ സെന്റർ എന്ന് പറയുന്നത് എർത്ത് ആണ്. സോളാർ എക്ലിപ്സിന്റെ എന്ന് പറയുന്നത് മൂൺ ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത്. മൂൺ സൂര്യന്റെയും ചന്ദ്രന്റെയും ഇടയിൽ വരുന്നതിനാണ് സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. ഈ സോളാർ എക്ലിപ്സിന്റെ സമയത്ത് കാണപ്പെടുന്ന ഒരു ഗ്യാസ് ആണ് സ്ട്രോം ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത്. സ്ട്രോം ഓഫ് ഗ്യാസസ് എപ്പോഴാണ് കാണുന്നത്? സോളാർ എക്ലിപ്സിന്റെ ടൈമിലാണ്. ഇനി ഊബ്ര എന്ന് പറയുന്നത് എന്താണ്? മൂൺ കംപ്ലീറ്റഡ് കവർഡ് ഇൻ സൺ. സൂര്യനാൽ മൂൺ മൊത്തമായിട്ട് കവർ ചെയ്യുന്നതിനാണ് ഊബ്ര എന്ന് പറയുന്നത്. ഊബ്ര എന്ന് പറയുന്നത് എന്താണ്? ഡാർക്ക് ഷാഡോയിനെയാണ് നമ്മൾ ഊബ്ര എന്ന് പറയുന്നത്. എർത്ത് ഷാഡോ ഡിവൈഡ് ഇൻ 3rd പാർട്ട്. എർത്ത് ഷാഡോ എന്ന് പറയുന്നത് ഒരു ഗ്രഹണം ഉണ്ടാകുമ്പോൾ എർത്തിന്റെ ഷാഡോ എന്ന് പറയുന്നത് 1/3 പാർട്ടാണ്. നെക്സ്റ്റ് സിസാഗി എന്ന് പറഞ്ഞാൽ എന്താണ്? പൊസിഷൻ ഓഫ് എ സൺ എർത്ത് മൂൺ ഇൻ ദി സ്ട്രേറ്റ് ലൈൻ. സണ്ണിന്റെയും മൂണിന്റെയും എർത്തിന്റെയും പൊസിഷൻ സ്ട്രേറ്റ് ലൈൻ വരുന്നതിനാണ് സിസാഗി എന്ന് പറയുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് പ്ലെയിൻ എത്രയുണ്ട്? 8 എണ്ണമാണ്. മെർക്കുറി, വെനസ്, എർത്ത്, മാസ്, ജൂപ്പിറ്റർ, സാറ്റർൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. ഏതൊക്കെയാണ്? മെർക്കുറി, വെനസ്, എർത്ത്, മാസ്, ജൂപ്പിറ്റർ, സാറ്റർൺ, യൂറോപ്പ് ആൻഡ് മെർക്കുറി. അടുത്ത വെനസിനെ പറ്റിയാണ്. വെനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദി റൊട്ടേഷൻ റെവല്യൂഷൻ. യുറാനസും വെനസുമാണ് ഓപ്പോസിറ്റ്. ബാക്കി എല്ലാം തിരിയുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് തിരിയുന്നതിനാണ് യുറാസ് എന്ന് പറയുന്നത്. ബ്രൈറ്റസ്റ്റ് കൂടിയിട്ടുള്ളതും ഹോട്ട് കൂടിയിട്ടുള്ള പ്ലാനറ്റ് ആണ് വെനസ് എന്ന് പറയുന്നത്. ഈവനിങ് ആൻഡ് മോർണിംഗ് സ്റ്റാർ എന്നറിയപ്പെടുന്നത് ഇത് തന്നെ. എർത്തിന്റെ ട്വിൻ എന്നറിയപ്പെടുന്നത് ഇത് തന്നെ. ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്കാണ് ഇത് തിരിയുന്നത്. ലൂസിഫർ എന്നൊരു പേരും കൂടി ഉണ്ട്. വെനസിന്റെ ഇതിലെ സർഫസിൽ കാണുന്ന അത് എന്താണ്? മെയ്ഡ് ഇൻ എ തിക്ക് വൈറ്റ് ആൻഡ് യെല്ലോയിഷ് cloud of a sulfuric acid. Made a thick white and yellowish color of a sulfuric acid. മൂന്നും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 3,84,400 ആണ്. മൂന്നും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3,84,400 ആണ്. സമ്മർ ഐസോളിറ്റിക് എന്ന് പറയുന്നത് എന്തിന്റെ പാർട്ടാണ്? മൂണിന്റെ പാർട്ടാണ്. ന്യൂ മൂൺ എന്ന് പറയുന്നത് 29.5 ഡേയ്സ് കഴിയുമ്പോഴാണ് വരുന്നത്. ന്യൂ മൂൺ എന്ന് പറയുന്നത് 29.5 ഡേയ്സ് കഴിയുമ്പോഴാണ് വരുന്നത്. റേഡിയസ് ഓഫ് മൂൺ 1.74 × 10⁶ മീറ്റർ ആണ്. 1.774 × 10 കിലോമീറ്റർ ആണ്. ലൂണർ എക്സ്പോളർ എന്ന് പറയുന്നത് ഗ്യാഷ്യസ് ആണ്. മൂണിൽ കാണുന്ന ഒരു ഗ്യാസസ് ആണ് ലൂണർ എക്സ്പോളർ എന്ന് പറയുന്നത്. ഊബർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? മൂൺ കംപ്ലീറ്റഡ് കവർ ദി സൺ. ഈ ഡാർക്ക് പാർട്ടിന്റെ ഷാഡോയിനെ പറയുന്നതാണ് ലൂംബർ എന്ന് പറയുന്നത്. അതേ സമയത്താണ് എന്താണത്? എക്ലിപ്സിന്റെ സമയത്താണ്. എക്ലിപ്സിന്റെ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 164 വർഷമാണ് സൂര്യനെ ചുറ്റാനെടുക്കുന്നത്. 164 വർഷമാണ് സൂര്യനെ ചുറ്റാനെടുക്കുന്നത്. 14-ലധികം ഉപഗ്രഹങ്ങളുള്ള ഒരു ഇതാണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. യൂറസ് എന്ന് പറയുന്നത് 25 അധികം ഉപഗ്രഹങ്ങളുണ്ട്. 84 വർഷമാണ് സൂര്യനെ ചുറ്റാനെടുക്കുന്നത്. ശയന പ്രദക്ഷിണം നടത്തുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഇതാണ്. യുറാനസും വെനസുമാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി ശനിയാണ് സാറ്റർൺ എന്ന് പറയുന്നത്. അടുത്തതാണ് ശനിയെ പറയുന്നതാണ് സാറ്റർൺ പറഞ്ഞാൽ ചുറ്റും വളയങ്ങളുള്ള ഒരു ഗ്രഹമാണ് സാറ്റർൺ എന്ന് പറയുന്നത്. 30-ലധികം ഉപഗ്രഹങ്ങളുണ്ട്. ഇനി വ്യാഴത്തിനാണ് വെനസ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഗ്രഹമാണ്. 60-ലധികം ഉപഗ്രഹങ്ങളുണ്ട്. 12 വർഷമാണ് സൂര്യനെ ചുറ്റാനെടുക്കുന്നത്. അടുത്തത് ബുധനാണ്. ബുധൻ എന്ന് പറയുന്നത് എന്താണ്? മെർക്കുറി എന്ന് പറഞ്ഞാൽ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹമാണ്. ഏറ്റവും ചെറുതുമാണ്. അടുത്തത് ശുക്രനാണ്. ശുക്രൻ എന്ന് പറയുന്നതാണ് മെർക്കുറി ശുക്രൻ എന്ന് പറഞ്ഞ തിളക്കമുള്ള ഗ്രഹമാണ്. ഏറ്റവും ചൂടുള്ള ഗ്രഹവുമാണ്. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹമാണ്. ശോഭയുടെ സൂര്യോദയം പടിഞ്ഞാറോട്ടാണ്. ഓരോരോ ഗ്രഹ നക്ഷത്രമാണ് മാത്രമേ ഉള്ളൂ. അടുത്തത് സൂര്യനാണ് ഒരു നക്ഷത്രങ്ങളുള്ളത്. സോളാർ സിസ്റ്റം നൽകുന്നത് എൻ്റെ ബ്ലൂ വൈറ്റ്. ഇനി അടുത്തത് ഭൂമിയാണ്. ബ്ലൂ കളർ മൂൺ എന്നറിയപ്പെടുന്നത്. ജീവൻ നിലനിൽക്കുന്നതായി അറിയപ്പെടുന്ന ഒരു ചെറിയ ഉപഗ്രഹമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. ചൊവ്വയെ നമ്മൾ പറയുന്നത് മാസ്. ഉപഗ്രഹങ്ങൾ യുറാനസിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് തിരിയുന്നത്. അതേപോലെ തന്നെ ഹൈലി ടൈറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെരിവുള്ളതാണ്. പിന്നെ ഗ്രീൻ ലൈറ്റ് കാണപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ് എന്ന് പറയുന്നത്. ഇനി കോർപ്പസ് ആണ് സോളാർ സിസ്റ്റം ഡിസ്കവർ ചെയ്തത്. കാൽപ്പസ് ആണ് എന്നിട്ട് പറഞ്ഞിട്ടുള്ളത്.
കെൽപ്പസ് ആണ് ഇന്നത്തെ സൺ ഇസ് എ പ്ലിക് ഇൻ ദി എർത്ത് ഓഫ് ദി പോളർ എന്ന് പറഞ്ഞത്. അതിൻ്റെ ചുറ്റും എന്ത് ഉപഗ്രഹങ്ങളുണ്ട് എന്ന് പറഞ്ഞത് കെൽപ്പസ് ആണ്. ഒരു വുമൺ ലാർജ് സിംഗിൾ സ്പേസിൽ ഭൂമി ചുറ്റിയ സണ്ണിന് ചന്ദ്രനിൽ പോയ വ്യക്തിയാണ് ക്രിസ്റ്റീന കോർ എന്ന് പറയുന്നത്. മോസ്റ്റ് ഒക്യുവർ ആയിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. മോസ്റ്റ് ഒക്യുവർ ഹൈഡ്രജൻ എന്ന് ഒക്യുവർ ആയിട്ടുള്ള എലമെൻ്റ് ഏതാണ്? ഹൈഡ്രജൻ ആണ്. പെർ സെക്കൻഡ് എന്ന് പറയുന്നത് പെർ സെക്കൻഡ് ഈസ് എ യൂണിറ്റ് ഓഫ് ദി ലെങ്ത്. പെർ സെക്കൻഡ് ഈസ് എ യൂണിറ്റ് ഓഫ് ദി ലെങ്ത് എന്ന് പറയുന്നത് സൂപ്പർ നോവ എന്ന് പറയുന്നത് എക്സ്പ്ലോർ സ്റ്റാർ ആണ്. ഈ സൂപ്പർ നോവ എന്ന് പറയുന്നത് എക്സ്പ്ലോർ സ്റ്റാർ ആണ്. 11 ബില്യൺ മുമ്പ് ഗാലക്സിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് സ്പ്രിൽ ഷേപ്പിലാണെന്ന് പറഞ്ഞതാണ്. മിൽക്ക് വേ ഗാലക്സി ഒബ്സർവ് ചെയ്തത് ആരാണ്? ഗലീലിയോ ആണ്. മിൽക്ക് വേ ഗാലക്സി ഒബ്സർവ് ചെയ്തത് ഗലീലിയോ ആണ്. പ്ലാന്റിന് കളർ കൊടുക്കുന്നത് എന്താണ്? സർഫസ് ടെമ്പറേച്ചറാണ്. പ്ലാന്റിന് കളർ കൊടുക്കുന്നത് സർഫസ് ടെമ്പറേച്ചർ.